നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിനിമാ നടി ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് തൃശൂർ കുന്നംകുളത്ത് നിന്നും പിടികൂടി. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവർ CPOയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന മുസ്ലിം ക്രിസ്തുമസ് കാർണിവൽ ഡിസംബർ 23 മുതൽ 31 വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. സിനിമാ നടി ഗൗതമിയുടെ 25 കോടിയോളം രൂപ മൂല്യം വരുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് തൃശൂർ കുന്നംകുളത്ത് നിന്നും പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് DYSP ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർക്ക് ചൂണ്ടലിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയത് കുന്നംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് സൂചനയുണ്ട്. പെരുമ്പത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ പരാതി നൽകിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. പിന്നാലെ ഗൗതമിയെ വിളിച്ചുവരുത്തി പോലീസ് വിശദമായ മൊഴിയും എടുത്തിരുന്നു. തന്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പറഞ്ഞിരുന്നു. 46 ഏക്കർ വരുന്ന സ്ഥലം വിറ്റുതരാമെന്ന് അറിയിച്ച് അഴകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നു. വിശ്വസനീയതയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോർണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ചാണ് തന്റെ 25 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തട്ടിയതെന്നും ഗൗതമി പരാതിയിൽ ആരോപിക്കുന്നു. വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ 20 വർഷമായി അംഗമായ BJPയിൽ നിന്നും താൻ രാജിവെച്ചതായും ഗൗതമി അറിയിച്ചിരുന്നു. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവർ CPOയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിളിശ്ശേരി സ്വദേശി 40 വയസ്സുള്ള ആദിഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ പെരുമ്പിളിശ്ശേരിയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരവെ 2022 ഒക്ടോബർ മുതൽ കാരണം ബോധിപ്പിക്കാതെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിന് പോലീസ് സേനയിൽ നിന്ന് ഡെസേർട്ടഡാണ്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന മുസ്ലിം ക്രിസ്തുമസ് കാർണിവൽ ഡിസംബർ 23 മുതൽ 31 വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കാർണിവൽ 23 വൈകിട്ട് 5 മണിക്ക് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം മതിലകം പോലീസ് SHO MK ഷാജി പതാക ഉയർത്തുന്നതോടെ കാർണിവൽ വേദിയിലെ പരിപാടികൾക്ക് തുടക്കമാകും. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ET ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. കാർണിവൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോജോ മനക്കൽ, വാർഡ് മെമ്പർ OA ജനറൽ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജീവിതത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദിയായിട്ടാണ് മുസ്ലിം ക്രിസ്മസ് കാർണിവൽ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഇതിന്റെ സംഘാടക സമിതി ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ലഭിക്കുന്ന വരുമാനം എത്രയാണോ അത് മുഴുവൻ സാധാരണക്കാരായ രോഗികളുടെ ചികിത്സാർത്ഥം വിതരണം ചെയ്യുകയാണ്. ഒന്നും മാറ്റിവെക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും ജനത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, അസുഖബാധിതരായിട്ടുള്ള സാമാന്യ ജനത്തിന് വേണ്ടി നൽകുവാനായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ അത് എല്ലാ വർഷവും അങ്ങനെ തന്നെ ചെയ്ത് ഈ വർഷവും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുക. ഇവിടെ ക്രിസ്മസ് കാർണിവൽ ഗ്രൗണ്ടിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആസ്വദിക്കാൻ തക്കത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കിലെ ഐറ്റംസ്, അതോടൊപ്പം തന്നെ ഭക്ഷ്യ വിഭവങ്ങൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുവാനും സൗഹൃദം പങ്കുവയ്ക്കാൻ ഇടങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് വില്ലേജ്, ക്രിസ്മസിന്റെ സന്ദേശം, ഈ ലോക സമാധാനത്തിന്റെ ദൈവം മനുഷ്യത്തിനോട് ഒരുക്കിയ വലിയ സമ്മാനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
കാർണിവൽ നഗരിയിലെ പ്രധാന ആകർഷണമാണ് ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് വില്ലേജും. മതിലകത്തെ സാംസ്കാരിക കലാകായിക സേവന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വിവിധ ദിവസങ്ങളിലായി ആദരിക്കും. ലഹരിവിരുദ്ധ സന്ദേശമുയർത്തിയാണ് ഈ വർഷത്തെ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ടെലിവിഷൻ താരങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോ, സ്കൂൾ കലോത്സവ വേദികളിൽ സമ്മാനാർഹമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങി 10 ദിവസവും വിവിധ കലാപരിപാടികൾ നടക്കും. വിദ്യാർത്ഥികൾക്കായി രചനാ മത്സരങ്ങളും വിദ്യാഭ്യാസ സെമിനാറും കാർണിവലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. കാർണിവലിൽ നിന്നും ലഭിച്ച തുക സമാപന ദിവസം ചികിത്സാ സഹായത്തിന്റെ ആദ്യഘട്ടം വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ, സംഘാടക സമിതി അംഗങ്ങളായ ഫിലിപ്പ് ഓളാട്ടുപുറം, ബൈജു ജോൺ, ജിസ്മോൻ, ഷാജു പടമാടൻ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപ്പനി കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നിർവഹിച്ചത്. തുടർന്ന് തിരുവാതിരക്കളിയും അരങ്ങേറി. ദേവസ്വം ഓഫീസർ KC മനോജ്, ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ രാമചന്ദ്രൻ വിളക്കത്തല, സുശീൽ കാഞ്ഞിരപ്പറമ്പിൽ, ഉദയകുമാർ ചെറുപറമ്പത്ത്, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ദിലീപ് കുമാർ കൊച്ചിക്കാട്ട്, മുരാരി വിളമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് രാത്രി 7 മണിക്ക് തിരുവാതിരക്കളി, തുടർന്ന് ദേശത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത വിരുന്ന്, രാത്രി 8-ന് കൊടിപ്പുറത്ത് വിളക്ക്, വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മെഗാ തിരുവാതിരക്കളി, രാത്രി 9-ന് സ്വരരാഗ സന്ധ്യ, ഡിസംബർ 23-ന് രാത്രി 7 മണിക്ക് പെരുമാൾ ഏകപാത്ര നാടകം, തുടർന്ന് നൃത്ത സംഗീത വിരുന്ന്, 24-ന് രാത്രി 7-ന് ഓട്ടംതുള്ളൽ, രാത്രി 9-ന് തിരുവാതിരക്കളി, 25-ന് രാത്രി 6:30-ന് തായമ്പക, രാത്രി 8-ന് വലിയ വിളക്ക്, രാത്രി 9-ന് ബാലെ. ഉത്സവ ദിവസമായ ഡിസംബർ 26-ന് രാവിലെ 9 മുതൽ 12 വരെ ഗജവീരനോട് കൂടിയ പഞ്ചാരിമേളം, വൈകിട്ട് 4:30-ന് കൂട്ടാലപ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരനോടും അലങ്കരിച്ച തേര്, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് താലം വരവ്, തുടർന്ന് പാർവതി ദേവിക്ക് പട്ടും താലിയും സമർപ്പണം, രാത്രി 9-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, രാത്രി 12-ന് വർണ്ണമഴ, 27-ന് രാവിലെ 8-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, തുടർന്ന് തിരുവാതിരയൂട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ഇടവേള.